അനു ഞങ്ങളെപ്പറ്റി അങ്കിളിനോട് പറഞ്ഞിട്ടുള്ളത് പോലെ അങ്കിളിനെ പറ്റിയും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ വിശാലമായിട്ട് അങ്കിളിനെ ഞങ്ങൾക്കറിയാം. അല്ല, നിങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഞങ്ങൾ എന്തിനാ വന്നെന്ന് അമ്മയ്ക്ക് അറിയാലോ. അമ്മേനെ അങ്കിളിനെയും കാണാൻ വരേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അനുവിനെ കാണാൻ വന്നതാണെങ്കിൽ നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ മറുപടി തന്നതാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ആവാഞ്ഞിട്ടാണോ നേരിട്ട് വന്നത്? അതുകൊണ്ടല്ല, ഞങ്ങള് ഇങ്ങോട്ടുള്ള യാത്രക്കിടയില അമ്മയെ വിളിച്ചത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അനുവിന്റെ വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ചു പോവാന്ന് വെച്ചിട്ടാ കയറിയ. വെരി വെരി ഗുഡ്. ഫ്രണ്ട്സ് ആയാൽ ഇങ്ങനെ വേണം. കൂട്ടുകാരി അന്വേഷിച്ച് ഇത്രയും ദൂരം വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായെങ്കിൽ അതാണ് നിങ്ങളുടെ സൗഹൃദത്തിന്റെ ആഴം. അനുവിന്റെ വിവരം അറിയാനാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഫോൺ വിളിച്ച് ചോദിച്ചാ പോരായിരുന്നോ? ഞങ്ങൾക്ക് അനുവിനെ ഒന്ന് കാണണം. അനു ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നേ? പിന്നെന്തിനാ അനുവിനെ കാണുന്നത്? അനു ഇവിടെ ഇല്ലാന്ന് ഞങ്ങക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഇല്ലാത്ത അനു മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അനു ഒരു ബന്ധുവിന്റെ കൂടെ അവരുടെ വീട്ടിൽ പോയി എന്നല്ലേ അമ്മ പറഞ്ഞത്? ആ ബന്ധു വീട് എവിടെയാ? ആ വീടിന്റെ ഒരു ലൊക്കേഷൻ മാപ്പ് തന്നാ മതി, ഞങ്ങൾ തിരക്കിപ്പോക്കോളാം. ഇവളുമാര് വിചാരിച്ച പോലെ അല്ലല്ലോ. 4 എണ്ണവും 4 സംഭവങ്ങളാണ്. അനു ഏത് ബന്ധുവിന്റെ വീട്ടിലാ പോയെന്ന് പറഞ്ഞൂടെ? ആ വീട്ടിൽ പോയി നിങ്ങൾ അവളെ കാണണ്ട.